ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ വിനീഷ്. ഞാൻ ആതിര അർച്ചന. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് CSEB എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ലാസ്റ്റ് മൊമെന്റിൽ എന്തൊക്കെ നോക്കണം, എങ്ങനെ പഠിക്കണം, നല്ല അടിപൊളിയായിട്ട് നമുക്ക് മാർക്ക് എങ്ങനെ നേടാം, ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ടീച്ചറെ, CSEBയുടെ പാറ്റേൺ തൊട്ട് നമുക്ക് തുടങ്ങാം അല്ലേ? നമുക്കറിയാം CSEB പരീക്ഷയ്ക്ക് നമുക്ക് 160 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. അതിൽ 100 ചോദ്യങ്ങൾ നമ്മുടെ സബ്ജക്ട് പാർട്ടിൽ നിന്നാണ്. അതായത് കോർപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ, ബാങ്കിങ്, അക്കൗണ്ടിങ്, ചില സമയങ്ങളിൽ ഓഡിറ്റിംഗ് നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അങ്ങനെ 50 മാർക്കിന് 100 ചോദ്യങ്ങളാണ് സബ്ജക്ട് പാർട്ടിൽ നിന്ന് വരാറ്. അതോടൊപ്പം തന്നെ നമ്മുടെ GK ഉണ്ടാകും, മാത്സ്, ഇംഗ്ലീഷ് ഉണ്ടാകും. ഇവയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 20 ചോദ്യങ്ങളാണ്. 10 മാർക്കാണ് GKന്, 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് മാത്സ് ആൻഡ് ലോജിക്കൽ റീസണിങ്. അപ്പൊ ഇത് ലോജിക്കൽ റീസണിങ്, ഓരോ വിഷയത്തിന് എന്തൊക്കെയാണ് ചോദിക്കുന്നത് പറയാം. ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് മാത്സ് ആൻഡ് ലോജിക്കൽ റീസണിങ് എന്നാണ് പറയുന്നത്. അതില് പാറ്റേൺസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ലോജിക്കൽ റീസണിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നത്. മേക്കിംഗ് ആയിട്ട് വരുന്നതും അത്തരം ഏരിയാസ് തന്നെയാണ്. കാരണം സമയപരിധിക്കുള്ളിൽ ഇവ ചെയ്യണം. ഇവ ഞങ്ങളുടെ കയ്യിൽ 2016 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി. കാരണം 2016 തൊട്ടുമ്പോൾ ക്ലിയർ കട്ടായിട്ട് ക്വസ്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കറക്റ്റ് ആണ് അല്ലെ? അപ്പം അതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പാറ്റേൺസിന് ചില സമയത്ത് പാറ്റേൺസ് എന്താണ്, എളുപ്പം കിട്ടുന്ന പാറ്റേൺസ് ആയിരിക്കും. ചിലത് നമുക്ക് എന്താണ്, കുറച്ച് സമയം അധികം എടുക്കും. ഈ പാറ്റേൺസ് ചെയ്യാനായിട്ട് ശരിക്കും LSS പരീക്ഷ തൊട്ട് തന്നെ അല്ലെ ഒരുപാട് പാറ്റേൺസ് ചെയ്യാൻ പറ്റും. LSS USS പരീക്ഷയ്ക്ക് ഇഷ്ടംപോലെ പാറ്റേൺസ് വരുന്നതാണ്. നവോദയ എക്സാംസിന് ഒരുപാട് പാറ്റേൺസ് വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെക്ക് ചെയ്യുക. സ്കൂൾ പരിശീലനത്തിൽ സാധാരണ SCRT എന്നൊക്കെയാണല്ലോ നമുക്ക് കൂടുതൽ ഫാക്ട്സുകൾ കിട്ടാറുള്ളത്. ഇതിന് നിങ്ങൾക്ക് സഹായകരമാവുന്നതാണ് ഈ പറയുന്ന പരീക്ഷകളൊക്കെ. പിന്നെ മാത്സിന്റെ കേസിൽ ചോദിച്ചിരിക്കുന്നത് ഒരു ഓവറോൾ പോർഷൻ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും അല്ലെ? കോഡിങ്, ഡീകോഡിങ്, അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്പർ സീരീസ് ചോദിക്കാറുണ്ട്. നമ്പർ സീരീസ് ഉണ്ട്, ലെറ്റർ സീരീസും വരാറുണ്ട്. അപ്പൊ കോഡിങ്, ഡീകോഡിങ് ഒക്കെ ഇജോട്ടി എന്നൊക്കെ വെച്ച് ആ കോഡൊക്കെ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കോഡിങ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, കലണ്ടറും അതോടൊപ്പം തന്നെ ക്ലോക്കും ചോദിക്കാറുണ്ട്. അത് എനിക്കൊന്ന് റാൻഡം ആയിട്ടൊക്കെയാണ് വരുന്നത് അല്ലേ? പിന്നെ ട്രെയിൻ പ്രോബ്ലംസ് വരാറുണ്ട്, പൈപ്പ് ആൻഡ് ടാങ്ക്, പിന്നെ ടൈം ആൻഡ് വർക്ക് ചോദിക്കാറുണ്ട്. അത് എല്ലാ പ്രാവശ്യവും ടൈം ആൻഡ് വർക്കിലേക്ക് ഒരു ക്വസ്റ്റ്യൻസ് സാധാരണ ഏജ് ചോദിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഏജ് പ്രോബ്ലംസ് അങ്ങനെ കാണാറില്ല. പക്ഷെ എന്നാലും PSയുടെ പാറ്റേണിൽ ഇതിന്റെ പാറ്റേണിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ നിന്ന് ഒരു ബേസ് ക്വസ്റ്റ്യൻസ് ഒക്കെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ കൂടുതലും റീസണിങ് ആണ്. അപ്പൊ ഈ റീസണിങ്ങിന് ഒരു കുഴപ്പമുണ്ട്. എന്താ റീസണിങ് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളത്? ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് ടൈമാണ് നമ്മളവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമുക്കറിയാമായിരിക്കും ഓരോ ക്വസ്റ്റ്യനും നോക്കുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കും. പക്ഷേ നിങ്ങൾ ടൈം വെച്ച് റീസണിങ് ചെയ്ത് നോക്കണം. എങ്കിലേ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് എന്നുള്ള കാര്യം അവിടെ ഹോളിൽ ചെല്ലുമ്പോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഫസ്റ്റ് ടിപ്പ് നിങ്ങൾക്ക് തരാനുള്ളത്. വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മാർക്ക് നേടണോ, നിങ്ങൾ ടൈം മാനേജ്മെന്റ് വെച്ച് അത് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഒരു വലിയ പ്രശ്നമൊന്നും ആവത്തില്ല. ഇത് വലിയ പ്രയാസമുള്ളതൊന്നും അല്ല ഈ കണക്കെന്ന് പറയുന്ന പോർഷൻസ്. നമ്മുടെ സ്റ്റുഡൻസ് പറയാറ്, കട്ട് ഓഫിന്റെ അടുത്തെത്തിയ കുട്ടികൾ പറയാറുള്ളത് അവര് മാത്സ് ഒക്കെ എന്ന് പറയുന്നത് നോക്കി പഠിക്കുകയാണെന്ന്. ചെയ്ത് പഠിക്കുന്ന ഒരു ശീലമില്ല. മാത്സ് നോക്കി അതിന്റെ സ്റ്റെപ്സ് ഒക്കെ നോക്കി പഠിക്കുന്ന ചെയ്ത ടീച്ചറെ അവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ ടൈം പോകത്തതേ ഉള്ളൂ. അപ്പൊ ഈ പ്രാവശ്യം CSEBക്കുള്ള ആദ്യത്തെ നിങ്ങളുടെ റൂൾ എഴുതി വെച്ചോളൂ. നിങ്ങൾ കണക്ക് പേപ്പറിൽ ചെയ്യണം, അത് ടൈം വെച്ച് ചെയ്യണം. പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കണക്ക് കിട്ടുമല്ലോ. ഞാനിപ്പോൾ പറഞ്ഞു തന്നല്ലോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നവോദയയൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അവിടെ നിന്നൊക്കെ എടുത്തു വെച്ച് വളരെ ടെലഗ്രാം ചാനലിലടക്കം നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തന്നെ CC+ന്റെ ചാനലൊക്കെ ഇഷ്ടം പോലെ പാറ്റേൺസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ആദ്യം മാത്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ടീച്ചർ സബ്ജക്റ്റുമായിട്ട് പറഞ്ഞോളൂ. സബ്ജക്ട് നമുക്കറിയാം, കോർപ്പറേഷന്റെ പാർട്ടിൽ നിന്ന് നമുക്ക് വരുന്ന CSEBക്ക് ലോന്റെ പാർട്ടിൽ നിന്നും അതുപോലെ തന്നെ ജനറൽ കോർപ്പറേഷന്റെ പാർട്ടിൽ നിന്നും വരുന്ന ചോദിക്കാറുള്ള ചില ഇൻട്രസ്റ്റഡ് ഏരിയാസ് ഉണ്ട്. CSEB പരീക്ഷയ്ക്ക് എല്ലാ പരീക്ഷയ്ക്ക് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ചില ഏരിയാസ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള അങ്ങനെ പറയുന്ന ഏരിയ. അതായത് ലോന്റെ പാർട്ടിൽ നിന്ന് നമുക്കറിയാം പ്രിലിമിനറി പാർട്ടിന്ന് വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസിന് വരാറുണ്ട്. മാനേജിങ് കമ്മിറ്റിന്ന് വരാറുണ്ട്. അത് കഴിഞ്ഞ് സൂപ്പർ സെഷൻ പോലുള്ള ആ ഏരിയാസിന് വരാറുണ്ട്.
അപ്പൊ ഗഹൻ പോലുള്ള ഏരിയാസ്, അങ്ങനെയുള്ള ഏരിയാസ് എന്നാണ് കോപ്പറേറ്റീവ് ലോ എന്ന് വരാറുള്ളത്. കോർപ്പറേഷന്റെ പാർട്ടിന് പിന്നെ നമുക്ക് ICAയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോപ്പറേറ്റീവ് ഫ്ലാഗ് വീക്ക്, പിന്നെ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്റർനാഷണൽ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഇതൊക്കെയാണ് നമുക്ക് സ്ഥിരമായിട്ട് വരാറുള്ള ഏരിയാസ് എന്നുള്ളത്. അപ്പൊ ടീച്ചറെ, ഇത്രയും ടീച്ചർ പറഞ്ഞ കോർ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥിക്ക് എത്ര മാർക്ക് കിട്ടും? ഏകദേശം നമുക്കറിയാം, ഒരു CSEBയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു 20 to 25 മാർക്ക് നമുക്ക് കോർപ്പറേഷൻ പാർട്ടിൽ നിന്ന് വരാറുണ്ട്. കോർപ്പറേഷൻ ലോയും അതുപോലെ തന്നെ അപ്പൊ ഈ ഇമ്പോർട്ടന്റ് പോർഷൻസ് നോക്കിയാൽ മതി ഉദ്യോഗാർത്ഥി. അതെ, ലാസ്റ്റ് മൊമെന്റ് ആണ്, എല്ലാം പഠിക്കാൻ സമയമില്ല. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ കമ്മിറ്റീസും അതുപോലെ തന്നെ അതിനെ അപ്പോയിന്റ് ചെയ്ത ഇയർ, ആരൊക്കെയാണ് ചെയർമാന്, അങ്ങനത്തെ കാര്യങ്ങളും ചോദ്യങ്ങൾ വരാറുണ്ട്. ചോദ്യങ്ങൾ വരാനുള്ള ഇനിയുണ്ട് ടോപ്പിക്കുകൾ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ദിവസങ്ങൾ ഇനി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, അല്ലെ? ദിവസങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. നമുക്കൊരു ഒരു മാജിക് നമ്പറായ ഒരു 62+ നമ്മൾ എത്തപ്പെടണം. എങ്കിലേ നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് GK പോർഷൻ പഠിക്കണം. GK പഠിക്കുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ GK പഠിക്കാറേ ഇല്ല, അല്ലെങ്കിൽ അവിടെ പോയി നമ്മൾ കറക്കി കുത്തി എഴുതാം എന്നൊക്കെയാണ്. പക്ഷെ GK നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും, കുറേ അധികം സ്റ്റാറ്റിക് GKs, കറന്റ് അഫയേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അവാർഡുകൾ, അല്ലെ? അവാർഡുകൾ, കേരളവുമായി ബന്ധപ്പെട്ട, കേരള ചരിത്രത്തിൽ നിന്ന് പോലും ചില ക്വസ്റ്റ്യൻസ്, സ്ഥലങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത്, ഭാരതപ്പുഴ നദികളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന ബേസിക് കേരള ഫാക്ട്സ്, പിന്നെ അതുപോലെ തന്നെ രോഗങ്ങളും അതിന്റെ കാരണങ്ങള്, പിന്നെ വൈറ്റമിൻസ്, അതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളത് തന്നെയാണല്ലോ. പിന്നീട് എന്തായിരിക്കും, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എവിടെയാണ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്, പുതിയ സ്റ്റേഡിയംസും ഒക്കെ ചോദിക്കാറുണ്ട്. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട അവാർഡുകൾ ചോദിക്കാറുണ്ട്, പദങ്ങൾ ചോദിക്കാറുണ്ട്, കറൻസികൾ, ഇങ്ങനെ കുറച്ച് ഫാക്ട്സ് ഉണ്ട്. അത് നമുക്കറിയാം. അങ്ങനെ ആവർത്തിച്ച് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ അടുക്കി പറക്കി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ ഭാഗം ക്വസ്റ്റ്യൻസ് കിട്ടും, അല്ലെ? കൃത്യമായി ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റും. നമുക്ക് ആ പോർഷനെ നമുക്കൊന്ന് ക്രിസ്പി ആക്കി എടുക്കാൻ പറ്റും. ഇത് തന്നെയാണ് ഇംഗ്ലീഷിന്റെയും കാര്യം. ഇംഗ്ലീഷിൽ ഇപ്പോൾ ശ്രീകല മിസ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീകല മിസ് എപ്പോഴും പറയും, അല്ലെ, ആവർത്തിച്ച് ചോദിക്കുന്ന കോർ ഏരിയ കണ്ടെത്തി അവിടെ നിന്ന് പഠിക്കണം. അല്ലാതെ ലാസ്റ്റ് മൊമെന്റ് സിലബസ് വെച്ച് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം കിട്ടില്ല. അപ്പൊ അതിനെന്താണ് കോമ്പറ്റീറ്റീവ് ക്രാക്കിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്? മിസ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പരീക്ഷകൾക്ക് ഒരു 70+ ചോദ്യങ്ങൾ വരാറുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെയാണ്. ബാക്കി ഒരു 30% നമുക്ക് പുറത്തുനിന്ന് പുതിയ ചോദ്യങ്ങളായിട്ട് വരാറുള്ളൂ. അപ്പോൾ ഇത് ഈ 70+ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തേ പറ്റൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ ബാച്ച്, നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കോമ്പറ്റീറ്റീവ് ക്രാക്കിന്റെ CCയുടെ ബൂസ്റ്റർ ക്ലാസ്സുകൾ ഏത് എക്സാമിന് വേണ്ടിയാണ്? നമ്മുടെ CSEB എക്സാമിന് വേണ്ടിയാണ്. അതിന്റെ പ്രത്യേകതകൾ കൂടി ഞങ്ങൾ പറയാം. കഴിഞ്ഞ 2016 മുതലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിനെ കൺസോളിഡേറ്റ് ചെയ്ത് ഓരോ ഭാഗത്തു നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ഏരിയ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ GK ഇത്രയും മേഖലകളേ ഉള്ളൂ. അപ്പോൾ GK ഞാൻ പഠിപ്പിക്കുമ്പം GKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ പറയുന്നു, GKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങൾ പറയുന്നു. ആ ഒരു കൺസോളിഡേറ്റഡ് ഫോം ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് പറഞ്ഞു തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ ഓരോ അധ്യാപകരും ക്ലാസ്സുകൾ നൽകുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 6-ാം തീയതിയാണ്. പക്ഷെ മെയ് 6-ാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മെയ് 5-ാം തീയതി ഒരു മോഡൽ എക്സാം വെച്ചിട്ടുണ്ട്. ഈ മോഡൽ എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എവിടെയാണ് നിങ്ങളുടെ അറിവ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് സെൽഫ് ഇവാലുവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയൊന്ന് ചെയ്യുന്നത്. ഒരു മോഡൽ എക്സാം ഉണ്ടാക്കും. എക്സാം കഴിഞ്ഞ ശേഷം ഓരോ വിഷയത്തിനും സബ്ജക്ട് എക്സ്പേർട്സ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്ത് ക്ലാസ് കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ മാത്സിനും ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിനൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, അല്ലെ? അത് കഴിഞ്ഞ് നമ്മൾ 10 days ക്ലാസ് ആണ് വിചാരിച്ചിട്ടുള്ളത്. ദിവസവും 2 മണിക്കൂർ വീതമുള്ള 10 days ക്ലാസ് ആണ്. 10 days കൊണ്ട് ക്യാപ്സൂൾ റിവിഷൻ 20 മണിക്കൂർ കൊണ്ട് എൻഡയർ സബ്ജക്റ്റുകളുടെ ഒരു റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് CCയിലൂടെ ലഭിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ മോഡൽ എക്സാംസ് ഉണ്ടാവും, വർക്ക്ഔട്ട്സ് ഉണ്ടാവും. ലാസ്റ്റ് എക്സാം, അതായത് ഈ 20 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ ഒരു
ടെസ്റ്റ് Model exams. എക്സാം നടത്തുകയാണ്. അതിന് OMR നമ്മൾ ആദ്യം തന്നെ കുട്ടികൾക്ക് അയച്ചു കൊടുക്കും. OMR എക്സാം ആകുമ്പോൾ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ്, നിങ്ങൾ OMRൽ വരുത്താൻ പോകുന്ന തെറ്റുകൾ, ഇവയൊക്കെ പരിഹരിച്ച് നിങ്ങളെ ഹോളിലേക്ക് വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെ എക്സാം ഹോളിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് CCയുടെ ബൂസ്റ്റർ ക്ലാസ്സുകളുമായിട്ട് ഞങ്ങൾ എത്തുന്നത്. ഞങ്ങൾ എല്ലാ അധ്യാപകരും CC ബൂസ്റ്റർ ക്ലാസ്സുകളിൽ ഉണ്ടാകും. അപ്പം നിങ്ങളെല്ലാവർക്കും CCയുടെ ബൂസ്റ്റർ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും പ്രയോജനകരമാകും അല്ലേ? അപ്പം കൂടുതൽ ക്ലാസ്സുകളെ പറ്റിയും ഒക്കെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ നമ്പർ കൊടുത്തിരിക്കാം. ബൂസ്റ്റർ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ടൈം ടേബിൾസും ഒക്കെ തന്നെ ഇപ്പം തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സുകളിലേക്ക് എത്തപ്പെടാവുന്നതാണ്. ഇതിൻ്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 1200 രൂപയാണ് അല്ലേ? 1200 രൂപയാണ് കോഴ്സ് ഫീസ് എന്ന് പറയുന്നത്. ഈ ക്ലാസ്സുകളിൽ ലഭിക്കുന്നത് ലൈവ് ക്ലാസ്സുകളായിരിക്കും. ഈ ക്ലാസ്സുകൾ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോ കേരഫെഡിന്റെ കഴിഞ്ഞ CSEBയുടെ ഒക്കെ ബൂസ്റ്റർ ബാച്ച് നമ്മൾ നടത്തിയിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഉള്ള ഒരു നല്ല റിവ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ലാസ്റ്റ് ലാപ്പിലുള്ള ഈ ബൂസ്റ്റർ ക്ലാസ് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു പേഴ്സണലി നമ്മളെ കുട്ടികളെ വിളിച്ച് പറയാറ്. അതായത് അവര് റിവിഷൻ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ റിവിഷൻ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ ഇപ്പൊ OMR എക്സാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ CSEB എക്സാം നടത്തുന്നതിന്റെ തൊട്ട് മുന്നത്തെ ദിവസമാണ് നമ്മൾ OMR എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അത് CSEBയുടെ അതേ സമയത്ത്, അതായത് 10 മുതൽ 12 വരെയാണ്. നമുക്ക് സാധാരണ ഉച്ചയ്ക്ക് ശേഷമാണ് CSEB എക്സാം നടക്കാറ്. ഇത്തവണ രാവിലെയാണ്. അപ്പൊ ആ ടൈമിന് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ മെസ്സേജ് ഇടും. ആ സമയത്ത് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് OMR എക്സാം ടൈമർ വെച്ച് എഴുതി നോക്കുക. അപ്പൊ അങ്ങനെയാണ് OMR വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ CSEBയുടെ തന്നെ സ്വയം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ പരീക്ഷ തുടങ്ങുന്ന അല്ലെങ്കിൽ ഈ കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ മെയ് 5-ാം തീയതി എഴുതിയ എക്സാമും ഇപ്പൊ നിങ്ങളുടെ എവിടെ നിൽക്കുന്നു എന്നുള്ള. പക്ഷെ അവിടെ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്താം. നിങ്ങൾ മെയ് 5-ന് ഈ പരീക്ഷ, ആദ്യത്തെ പരീക്ഷ എഴുതിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ്, നിങ്ങളുടെ മാർക്കുകളിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് 30% എബോവ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ അക്യൂർ ചെയ്യുന്ന മാർക്കിനേക്കാളും 30% അത് എത്ര വേണമെങ്കിലും ആകാം അല്ലേ? അത് ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം അതേ രീതിയിലാണ് ഞങ്ങൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി ഇത്തവണത്തെ റിയ അടക്കം ബൂസ്റ്റർ ബാച്ചിലൊക്കെ സ്റ്റുഡൻ്റ് ആയിരുന്ന കുട്ടികളുണ്ട്. അവരൊക്കെയാണ് 1ാം റാങ്കുകളിലൊക്കെ എത്തിപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കും ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.